പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങളിലേക്കാണ് ഈ ചർച്ചയ്ക്കിടെ നമ്മൾ കയറുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് എന്ന് ഇസ്രായേലിനെയും ഇറാനെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ധാരണയ്ക്ക് ശേഷവും ഇസ്രായേൽ ആയുധം പ്രയോഗിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചു. നാറ്റോ യോഗത്തിന് ഹേഗലിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് ഇസ്രായേലാണ്. ഇറാൻ ലംഘിച്ചു എന്നതായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നാണ്. ഇപ്പോൾ രണ്ടുപേരും വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു എന്ന വിമർശനമാണോ ഡൊണാൾഡ് ട്രംപിനുള്ളത്? എന്തായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണത്തിന്റെ ഉള്ളടക്കം? ഗോപികൃഷ്ണൻ, ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നുവെന്ന് ആദ്യം അറിയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ഇറാൻ പക്ഷേ ആ കാര്യം ആദ്യം തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ഇന്ത്യൻ സമയം രാവിലെ 9:30 വെടിനിർത്തലിന് സന്നദ്ധമായി എന്ന കാര്യം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന കാര്യം ഇറാൻ അറിയിക്കുകയാണ് ചെയ്തത്. ഇസ്രായേലും പിന്നാലെ വെടിനിർത്തലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചു. പക്ഷേ അതിനുശേഷമാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി എന്ന് ഇസ്രായേൽ ആരോപിക്കുകയും ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് അറിയിച്ചത്. ഇതിന് കർശനമായ നിർദ്ദേശം സേനയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന കാര്യവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. നാറ്റോ ഉച്ചകോടിക്കായി ഹേഗിലേക്ക് പുറപ്പെടും മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് തൻ്റെ നിലപാട് അറിയിച്ചത്. അതിൽ ഇറാനും ഇസ്രായേലിനും ഈ വെടിനിർത്തൽ ധാരണ ലംഘിച്ചതിലുള്ള അസന്തുഷ്ടി ട്രംപ് രേഖപ്പെടുത്തി. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം കൂടുതൽ കടുപ്പിച്ചു പറഞ്ഞത്. അവർ ബോംബുകൾ ഇറാനിൽ വർഷിക്കരുത്, അവരുടെ പൈലറ്റുമാരെ തിരിച്ചു വിളിക്കുക, ഈ കാര്യമാണ് തനിക്ക് പറയാനുള്ളതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഏതായാലും പ്രശ്നത്തിന് പരിഹാരമായി പശ്ചിമേഷ്യ ശാന്തമാകും എന്ന സൂചനയൊക്കെ വന്ന് മണിക്കൂറുകൾക്കകമാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ടുള്ള ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ഒക്കെ നടപടികളും ഇസ്രായേലിൻ്റെ ആരോപണവും ഒക്കെ വരുന്നത്. ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതും. ദിലീപ്, ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രതികരണത്തിലൂടെ ഈ വെടിനിർത്തൽ ലംഘനം നടന്നിരിക്കുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാവുകയല്ലേ? അതായത് വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നു, അത് ഇരു രാജ്യങ്ങളും ലംഘിച്ചു എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് അല്ലേ? ഗോപികൃഷ്ണൻ, വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങളും ലംഘിച്ചു എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ അസന്തുഷ്ടി പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ കാര്യത്തിലാണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കാളിയായത് എന്നൊക്കെയുള്ള വിമർശനം ഉയർന്നു വന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈനിക താവളങ്ങൾ, ഖത്തറിലെയും ഇറാഖിലെയും ഒക്കെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. അതിന് പിന്നാലെയാണ് ഈ വെടിനിർത്തൽ കരാറല്ല ധാരണ സംബന്ധിച്ച് ഉള്ള ഒരു നടപടികളിലേക്ക് അമേരിക്ക കടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിക്കുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ടെഹ്റാനിൽ ഇറാൻ ഭരണകൂടവുമായി സംസാരിക്കുന്നതിനുള്ള ചുമതല അദ്ദേഹത്തിന് നൽകുന്നു. അതിനിടെ തന്നെ ഖത്തറിനോടും ഈ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കണം എന്ന ആവശ്യം അമേരിക്ക ഉന്നയിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഖത്തർ അമീറിനെ വിളിച്ച് ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഖത്തർ അമീറിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ ഭരണകൂടവുമായി സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ വെടിനിർത്തൽ ധാരണ എന്ന നിലയിലേക്ക് രാവിലെയൊക്കെ എത്തിയത്. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് ചില സംഭവങ്ങൾ ഉണ്ടായത്. ഈ വെടിനിർത്തൽ ധാരണ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഇറാൻ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലും ആ നിലയിൽ ഇറാൻ്റെ മേഖലകളിലൊക്കെ വലിയ ആക്രമണം നടത്തിയതുമാണ്. പിന്നീട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്ന് രണ്ടു രാജ്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് പൊടുന്നനെ ഈ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ശക്തമായി തിരിച്ചടിക്കും, വെടിനിർത്തൽ ധാരണ ഇറാൻ ലംഘിച്ച് മിസൈലുകൾ ഇസ്രായേലിൽ പലയിടത്തും വർഷിച്ചു എന്നായിരുന്നു ഇക്കാര്യത്തിൽ ഇസ്രായേൽ ആരോപിച്ചിരുന്നത്. അതിന് പിന്നാലെയാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ബോംബുകൾ വർഷിക്കുന്നത് നിർത്തൂ എന്ന് ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത്. പൈലറ്റുമാരെ തിരിച്ചു വിളിക്കാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ.
ശരി, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെയും ഇറാനെയും. വെടിനിർത്തൽ ധാരണ ലംഘിച്ചതിന് ഇസ്രായേലിനെയാണ് കൂടുതലായി ട്രംപ് പഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധവിമാനങ്ങളെയും പൈലറ്റുമാരെയും തിരികെ വിളിക്കൂ എന്ന്, ബോംബുകൾ വർഷിക്കരുത്, അവരെ തിരികെ വിളിക്കൂ എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഏതായാലും വെടിനിർത്തൽ ധാരണ ഉണ്ടായ ശേഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലും വെടിനിർത്തൽ ധാരണ ലംഘിച്ചു എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളായിരുന്നു ബി ദിലീപ് കുമാർ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പങ്കുവച്ചത്.